ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിക്കുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എസ്തറിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്ന് ദൈവം തന്ന ചില ചിന്തകൾ സൗകര്യമായി ഷെയർ ചെയ്യാൻ ദിവസത്തിൽ ആഗ്രഹിക്കുന്നു. ആന്തരിക സൗന്ദര്യവും ദൈവീയ കൃപയും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എസ്തറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: രാജാവ് എസ്തറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പ്രീതിയും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തുയ്ക്ക് പകരം രാജ്ഞിയാക്കി. ഈ വാക്കിൽ നാം കാണുന്നത് എസ്തറിനെ രാജ്ഞിയായി തിരഞ്ഞെടുക്കുന്നതാണ്. രാജാവിന് അവളോട് അധികം കൃപയും പക്ഷവും പ്രീതിയും, ചില ബൈബിൾ പരിഭാഷകളിൽ പ്രീതി എന്നും പക്ഷമെന്നും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. സകല കന്യകമാരിലും അധികമായി അവളെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. രാജാവിൻ്റെ കൽപ്പന പ്രകാരം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ തിരയുകയാണ്. നമുക്ക് എസ്തറിൻ്റെ തിരഞ്ഞെടുപ്പിന് കാരണമായിട്ട് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അവൾ അവിടെ ശേഖരിച്ചു കൊണ്ടുവന്ന സകല കന്യകമാരെക്കാളും സുന്ദരി ആയതുകൊണ്ടായിരിക്കാം അവളെ ആ രാജാവ് തിരഞ്ഞെടുക്കുവാൻ ഇടയായത് എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാം. ആ കാലഘട്ടത്തിൽ രാജാവിന് തന്നെ രാജ്ഞിയായി സ്വീകരിക്കുന്ന വ്യക്തിക്ക് ബാഹ്യ സൗന്ദര്യം ഉണ്ടായിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു. എന്നാൽ 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്: യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ചു. കൂടെ എസ്തേറിനെയും രാജധാനിയുടെ അന്തഃപുരപാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു എന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ വിചാരണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൊതുവേ നമുക്ക് ഈ വിചാരണയൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്, ഒരു കോൺവെർസേഷനുണ്ട്. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും അത് മനസ്സിലാക്കുകയും അവിടെ ഒരു ബാഹ്യ സൗന്ദര്യം നോക്കുന്നതല്ല അവിടെ നടക്കുന്നത്. അവിടെ എസ്തേറുമായുള്ള ഒരു സംഭാഷണം, അതിൽ നിന്ന് അവളുടെ സ്വഭാവ ഗുണങ്ങളും അവളുടെ സംസാര രീതികളും അവളുടെ പെരുമാറ്റങ്ങളും ഒക്കെ ഒരു വിലയിരുത്തുന്ന ഒരു സമയമാണ് ഈ വിചാരണ എന്ന് പറയുന്നത്. ഈ വിചാരണയ്ക്ക് ശേഷമാണ്, ഈ വിലയിരുത്തിയതിന് ശേഷമാണ് ശുദ്ധീകരണ കാലത്തേക്ക് എസ്തറിനെ നയിക്കുന്നത്. അപ്പം അന്ന് ഹേഗായി അവിടെ ഒരു വിചാരണ നടത്തിയിട്ടുണ്ട്. രാജാസന്നിധിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഒരു വിചാരണ കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ഇവിടെ രാജാവിനെ നമുക്ക് കർത്താവായും അതുപോലെ തന്നെ ദൈവമായും അതുപോലെ തന്നെ ഹേഗായിയെ നമുക്ക് പരിശുദ്ധാത്മാവായും കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിചാരണ ചെയ്യുകയും പരിശുദ്ധാത്മാവ് നമ്മളെ പരിശോധിച്ച് മനസ്സിലാക്കി നമ്മളെ ശുദ്ധീകരണ കാലഘട്ടത്തേക്ക് നയിക്കുകയും അതിനുശേഷം മാത്രമാണ് പിതാവായ ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുവാനും ഹേഗായിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മെ വിചാരണ ചെയ്യുവാനും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നയിക്കുന്നതിനൊത്തവണ്ണം കടന്നു പോകുമ്പോൾ ആ വിചാരണയിൽ ഹേഗായിക്ക് അവളോട് പ്രീതി തോന്നി. ആ വിചാരണയ്ക്ക് ശേഷം അവളെ ഹേഗായിക്ക് ബോധിച്ചതിന് ശേഷമാണ് ശുദ്ധീകരണ കാലത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാനിടയായത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, പിന്നെ എങ്ങനെ ആയിരിക്കണമെന്നും പത്രോസ് അവിടെ പറയുന്നുണ്ട്. സൗമ്യതയും സാവധാനവുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണമെന്ന്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്നും പത്രോസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഗൂഢമനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വേർഷനിൽ കണ്ടത് ഹിഡൻ മാൻ എന്നാണ്. ഹിഡൻ മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെല്ലാം, അതായത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വെളിപ്പെടുത്താത്ത, നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ സംസാര രീതികളിലോ പലപ്പോഴും വെളിപ്പെടുത്താത്ത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വെളിപ്പെടുത്തരുതാത്ത ചില മാനുഷിക സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സകലതും നഗ്നവും മലർന്നതുമാണ് എന്ന് പറയുന്നത് പോലെ വെളിപ്പെട്ട് വരുന്ന ഒരു മാനുഷിക സ്വഭാവം, അല്ല ജഡത്തിൻ്റെതായ ഒരു സ്വഭാവവും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ വരരുതാത്തത് അതാണ്. പക്ഷെ നാം ചിന്തിക്കുന്ന പലപ്പോഴും പുറമേയുള്ള ചില മൂടികളെക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ദൈവസന്നിധിയിൽ എന്തോ പ്രാധാന്യമുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നുമല്ല. നമ്മുടെ അലങ്കാരം എന്ന് പറയുന്നത് ഈ തലമുടി പിന്നുന്നതോ പുറമേ പൊന്നണിയുന്നതോ അങ്ങനെയുള്ള ഒന്നിലുമല്ല. കർത്താവ് നമ്മിൽ കാണുന്നത് ദൈവം
തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരിമാരായ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളങ്ങൾ എന്ന് പറഞ്ഞ പോലെ വിശുദ്ധി, അല്ലെങ്കിൽ ദൈവത്തിലുള്ള പ്രത്യാശ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അനുസരണത്തിൻ്റെ ആത്മാവുള്ളവരായിരിക്കുക. ഇതൊക്കെയാണ് ദൈവം നമ്മളിൽ നിന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. നാം മറ്റുള്ളവരെയും കാണുന്നത് പലപ്പോഴും പുറമേയുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ്. എന്നാൽ അവരുടെ ഹൃദയത്തെ അറിയുന്ന പരിശുദ്ധ ആത്മാവ് അവരിൽ പ്രീതി തോന്നുകയും അവരോട് കൃപ തോന്നുകയും ചെയ്യുന്ന ഒരനുഭവം ദൈവസന്നിധിയിൽ നാം പ്രാപിക്കണം. നമ്മൾക്ക് പലപ്പോഴും ഭോഷ്കായി തോന്നുന്നതിനെ പരിശുദ്ധാത്മാവ് കാണുന്ന കണ്ണ്, ദൈവത്തിൻ്റെ കണ്ണ് കാണുന്ന ഒരു രീതിയുണ്ട്. കർത്താവ് ഓരോരുത്തരെയും കാണുന്ന ഒരു കണ്ണുണ്ട്. അതേ കണ്ണിലൂടെ നമുക്കും മറ്റുള്ളവരെ കാണുവാനും ദൈവം നമ്മെ കാണുന്ന കണ്ണ് ഏതാണ്? ഒരിക്കലും മനുഷ്യന് മറവായിരിക്കുന്ന പലതും ദൈവത്തിൻ്റെ സന്നിധി തെളിഞ്ഞു നിൽക്കുന്നതാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുണ്ട്. നാളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധിയുടെ മുമ്പാകെ നാം ചെന്ന് നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ അതൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി തീരേണ്ടതിന് ദൈവത്തിന് നമ്മളോട് പ്രീതി തോന്നുന്ന, ദൈവത്തിന് നമ്മളോടൊരു പക്ഷം തോന്നുന്ന, ദൈവത്തിന് നമ്മളോടൊരു കൃപ തോന്നുന്ന സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു കൃപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാജാവിന് എസ്തേറിൽ തോന്നിയ കാര്യങ്ങളാണ് കൃപ, പ്രീതി അല്ലെങ്കിൽ പക്ഷം എന്ന് പറയുന്നത്. ഇതിൽ കൃപ എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയോട് കൃപ തോന്നുന്നത് ഒരിക്കലും അവരുടെ പുറമേയുള്ള മോടികളെ കണ്ടില്ല. പുറമേയുള്ള മോടികളെ കണ്ട ഒരുപക്ഷെ നമുക്ക് അവരോട് കൃപ തോന്നാൻ സാധ്യതയില്ല. അവർ വളരെ നല്ല നിലയിൽ പോകുമ്പോൾ പുറമേ ഉള്ളതിനെ കാണുമ്പോൾ നമുക്ക് കൃപയല്ല തോന്നുന്നത്. കൃപ നമുക്കൊരു വ്യക്തിയോട് തോന്നുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അറിയുമ്പോൾ, യഥാർത്ഥമായ അവരുടെ മാനസികാവസ്ഥകളെ തിരിച്ചറിയുമ്പോൾ അവരോട് തോന്നുന്നൊരു അനുഭവമാണ് ഈ കൃപ എന്ന് പറയുന്നത്. മനസ്സലിവ്, ഇതൊക്കെ നമുക്ക് തോന്നുന്നത്, അവരോട് പക്ഷം ചേർന്ന് നിൽക്കാൻ തോന്നുന്നതൊക്കെ അവരുടെ ഹൃദയത്തെ യഥാർത്ഥമായി തിരിച്ചറിയുമ്പോഴാണ്. ദൈവത്തിൻ്റെ സന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പുറമേയുള്ള ഒന്നിനെ നോക്കാതെ കർത്താവ് തൻ്റെ കണ്ണിന് കാണുന്നത് പോലെ നമ്മളോട് കൃപ കാണിക്കും. കർത്താവിൻ്റെ സന്നിധി നമ്മെ എങ്ങനെ കാണുന്നു അതുപോലെ ദൈവം നമ്മളോട് കൃപ കാണിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. എന്നാൽ 2 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾ സകല സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അനുസരണം തികഞ്ഞു വരുമ്പോൾ എന്ന് പറഞ്ഞ് ആ ഒരു വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഇങ്ങനെയുള്ള എല്ലാ സങ്കല്പങ്ങളെയും ഉയർച്ചകളെയും ഇടിച്ചു കളയുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ അടുത്ത് വരുവാനും ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.